ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ബട്ടർ ചിക്കനാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത കഷ്ണങ്ങളാണ്. ഇത് നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസാണ്. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർക്കണം. ആദ്യമായിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിരിയമുളകിൻ്റെ പൊടിയാണ്. അതാകുമ്പോഴത്തേക്കും ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും, എരിവും കുറവായിരിക്കും. ഈ ബട്ടർ ചിക്കൻ എന്നൊക്കെ പറയുന്നത് അധികം സ്പൈസി ആയിട്ടുള്ളൊരു കറിയൊന്നും അല്ല. ഇനി ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ്റെ കഷ്ണങ്ങളിലോട്ട് ആവശ്യത്തിന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. അതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിന് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ആ സമയത്ത് ഈ ബട്ടർ ചിക്കന് വേണ്ടിയുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഈ പാൻ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ സവാള ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കാം. ഞാനിതിൽ ഒരു 2 വലിയ സവാളയാണ് ചേർക്കുന്നത്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒരുപാട് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ആ മസാല നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാല അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഈ ബട്ടർ ചിക്കനിലൊക്കെ അത്യാവശ്യം കുറച്ച് തക്കാളി നമ്മൾ ചേർക്കും. ഇനി ഗ്യാസ് ഓഫാക്കാൻ പോവാണ്. പിന്നെ ഇതിൽ ഞാൻ ഒരു പിടിയോളം അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. ഇത് തണുത്ത് വരുന്ന സമയത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. വെച്ചിരുന്ന സവാളയും തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനി പാനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇനി ഗ്രേവിക്ക് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇതിനി ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഗ്രേവിയിൽ തക്കാളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിന് ചെറിയൊരു പുളിയുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പഞ്ചസാര ചേർത്താലേ ഉള്ളൂ ആ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഒരു ചെറിയ മധുരമുണ്ട് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിക്ക് എപ്പോഴും. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ടിനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോഴത്തേക്കും ആ ഗ്രേവിയും ആ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. പിന്നെ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫാക്കാൻ പോകണം. അതിനുശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഫ്രഷ് ക്രീം ചേർക്കാനും മറക്കരുത്. എന്നാലേ ഉള്ള ശരിക്കും നല്ലൊരു റിച്ച് ക്രീമി ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ ഗ്രേവിക്ക്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് കസൂരിമേത്തി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കസൂരിമേത്തിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് കൈകൊണ്ടൊന്ന് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ കസൂരിമേത്തി എന്ന് പറയുന്നത് ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കസൂരിമേത്തിയൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ നാട്ടിലാണെങ്കിലും കിട്ടും. ഈ കസൂരിമേത്തി ചേർക്കാനും അതുപോലെ വിട്ടുപോകരുത്. ഇതിലോട്ട് ഞാൻ പിന്നെ ഒരു ടീസ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.